ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഈസി ക്ലീനിങ് ഐഡിയാസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കുറച്ച് മെസ്സേജ് ഒക്കെ വരാറുണ്ട്, എങ്ങനെയാണ് വീട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് എളുപ്പത്തിൽ വെക്കുക എന്നൊക്കെ ഇടയ്ക്ക് കുറച്ച് മെസ്സേജ് ചിലരൊക്കെ അയക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഓരോ ദിവസം ക്ലീൻ ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കൂടെ ഓരോ ദിവസം ചെയ്യുന്നത് എല്ലാം എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഒരു കമ്പൈൽഡ് വീഡിയോ ആയിട്ട് കാണിക്കുകയാണ്. അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ് ഐഡിയാസ് എന്നുവെച്ചാൽ നമുക്ക് ക്ലീനിങ് പല മെത്തേഡിൽ ചെയ്യാമല്ലേ. നല്ല മെനക്കെട്ട് ക്ലീൻ ചെയ്യുന്ന മെത്തേഡുണ്ട്, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്കെല്ലാം നീറ്റാക്കി വെക്കാൻ മെത്തേഡുണ്ട്. അപ്പം മെനക്കെട്ട് എല്ലാം ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് തുണിയൊക്കെ വെച്ച് തുടച്ച് നീറ്റാക്കി വെക്കുന്നതിനേക്കാളും ഞാൻ കുറച്ച് ഈസി ക്ലീനിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് എളുപ്പത്തിൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണല്ലോ, അതൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് ഇവിടെ എനിക്ക് കുറച്ച് ഇപ്പം വേണമെങ്കിൽ OCD ഉണ്ടെന്നൊക്കെ പറയാം കേട്ടോ. കുറച്ച് കൂടുതൽ മുരളിയേട്ടന് ഇപ്പം ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ കളിയാക്കാറുണ്ടല്ലോ, പെർഫെക്ഷൻ കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ്. കാരണം എന്തെങ്കിലും കഴിക്കിരിക്കുന്ന കണ്ടാൽ എനിക്കിങ്ങനെ കുറച്ച് ഡിസ്റ്റർബൻസ് ആണ്. അപ്പം എപ്പോഴും വീട് അത് എല്ലാവർക്കും കുറേ പേർക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലേ ഞാൻ പറയുമ്പം. കാരണം നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കുമ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. ഞാൻ പൊതുവെ കൂടുതൽ നേരം പുറത്ത് പോകാറുണ്ട്. അത് എല്ലാ ദിവസവും പുറത്ത് പോകുന്ന ഒരാളല്ല, ഓഫീസിൽ ജോലിക്ക് പോകുന്ന ഒരാളല്ല, കൂടുതൽ നേരം വീട്ടിലിരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു പോളിസിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും, വലിയ വീടൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന അത് നമ്മൾ ഒരുപാട് ആളുകളുടെ ഹെൽപ്പൊക്കെ തേടേണ്ടി വരും. എനിക്കും ക്ലീൻ ചെയ്യാനുള്ള ഒരു ചേച്ചി വരുന്നുണ്ട്. ഞാൻ തൂത്ത് തുടക്കലും ബാത്റൂം കഴുകലൊന്നും ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. പക്ഷെ ആ ചേച്ചി ജസ്റ്റ് തൂക്കുക, തുടക്കുക, ബാത്റൂം കഴുകുക അങ്ങനത്തെ പണിയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം എനിക്കിപ്പം അത്രയ്ക്കൊരു ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ വേറൊരാളുടെ ഹെൽപ്പ് വെച്ചാണ് ചെയ്യുന്നത്. പക്ഷെ അല്ലാത്ത ഇപ്പം കുഞ്ഞു ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതാണല്ലോ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്താലേ ശരിയാവത്തുള്ളൂ. അപ്പം അതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും വീടിനെ പറ്റി. അപ്പം എൻ്റെ കൺസെപ്റ്റിൽ വീട് എപ്പോഴും നല്ല മ്യൂസിയം പോലെ എന്നല്ല ഉദ്ദേശിച്ചത്. കുറേ പേർക്ക് അങ്ങനെ ഒരു അഭിപ്രായം കളിയാക്കലുണ്ടാവും. വീടെന്ന് പറഞ്ഞാൽ മ്യൂസിയം ആണോ എന്നൊരു അഭിപ്രായം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കുറേ പേര് അങ്ങനെ ചോദിക്കും. പക്ഷെ മ്യൂസിയം അല്ല, വീടെന്ന് പറഞ്ഞാൽ എപ്പോഴും നീറ്റായിട്ടിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് എൻ്റെത്. നല്ല ഭംഗിയായിട്ടും നീറ്റായിട്ടും ഇരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് എൻ്റെത്. അപ്പം നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പം എങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ വീട് ഞാൻ എപ്പോഴും പറയും അങ്ങനെ ഒരു വലിയൊരു ഇതൊന്നും അല്ല, വലിയ ഫ്ലാറ്റ് അല്ല, ഒരു ചെറിയ ഫ്ലാറ്റാണ്. പക്ഷെ ചെറിയ ഫ്ലാറ്റ് എങ്ങനെ നീറ്റായിട്ട് വെക്കാം എന്നുള്ളതാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോയിലോട്ട് പോകാം. കിച്ചൺ കൗണ്ടറൊക്കെ തുടയ്ക്കാനായിട്ട് ഇങ്ങനത്തെ സ്പോഞ്ച് വൈപ്പാണ് എപ്പോഴും തുണിയെക്കാട്ടിലും ഏറ്റവും നല്ലത്. തുണിയാണെങ്കിൽ നമ്മളിങ്ങനെ തുടച്ചാലും ഈ ചപ്പാത്തി പരത്തുന്ന പൊടിയും അല്ലാതെ എന്തഴുക്കാണെങ്കിലും വെള്ളമാണെങ്കിൽ തന്നെ തുടച്ചാൽ വേഗമൊന്നും വരത്തില്ല. ഇങ്ങനത്തെ സ്പോഞ്ച് വൈപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കിച്ചൺ കൗണ്ടേഴ്സും അതേപോലെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പം തുണി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ സ്പോഞ്ച് വൈപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴുകിയെടുക്കാനും ഭയങ്കര എളുപ്പമാണ്, അത് ഉണങ്ങാനും നല്ല എളുപ്പമാണ്. വില അധികമൊന്നുമില്ല. 3 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന് 189 രൂപയൊക്കെ ഉള്ളൂ. നമുക്ക് ഒരു സ്പോഞ്ച് വൈപ്പ് ഒരു മാസമൊക്കെ ഉപയോഗിക്കാം. അപ്പം 189 രൂപയ്ക്ക് 3 എണ്ണമൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. തുണിയാണെങ്കിൽ നമുക്ക് കഴുകി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് എളുപ്പത്തിൽ കഴുകാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഈ സ്കോച്ച് ബ്രൈറ്റും അതേപോലെ ഈ സ്പോഞ്ച് വൈപ്പും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഇതേപോലെ രാത്രിയിൽ പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഡ്രൈ ആക്കി രാത്രിയിൽ വെച്ചിരുന്നാൽ അതിനകത്ത് നമ്മൾ എത്ര കഴുകി വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ പറ്റിയിരിപ്പുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു മൈക്രോ ഫൈബർ ഡസ്റ്റർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക്
പൊടി അടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഈ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് എത്താത്ത സ്ഥലങ്ങൾ, കൈവച്ച് തുടയ്ക്കാൻ പറ്റാത്ത മുകളിലോട്ടും ഒക്കെ നല്ല എളുപ്പത്തിൽ ഇടയിലോട്ടും ഒക്കെ പൊടി തുടയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് തുണി വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ ഇതിലൊക്കെ പാട് വീഴും. അപ്പം ഇതാണെങ്കിൽ മൈക്രോ ഫൈബർ ഡസ്റ്റർ ആയതുകൊണ്ട് തന്നെ പാട് വീഴാതെ നമുക്ക് ഈസി ആയിട്ട് പൊടി തുടയ്ക്കാൻ പറ്റും. ഫോട്ടോസ് മാത്രമല്ല, നമ്മൾ വോളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിലോട്ടും ഒക്കെ ഇത് ചെറിയ സാധനമായതുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ടൊക്കെ കയറും. പിന്നെ ജനലിലെ പൊടികൾ, ജനലിലെ നമുക്കിപ്പം താഴത്തെ കമ്പികളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം കൈവച്ചിട്ടൊക്കെ ഒരു തുണി ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം. പക്ഷേ ജനലിൽ നമുക്ക് എത്താത്ത മുകളിലോട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഇതാകുമ്പം മുകളിലോട്ട് നമുക്ക് എത്തി അതിൻ്റെ ഏറ്റവും മുകളിലത്തെ കമ്പിയിലും മൂലയിലോട്ടും ഒക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും തുണിയെക്കാട്ടിലും. ഇത് ഒരു മൈക്രോ ഫൈബർ ക്ലീനിങ് ഗ്ലൗസാണ്. ഇതിങ്ങനെ കയ്യിലോട്ട് കയറ്റിയിട്ടാൽ മൈക്രോ ഫൈബർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പൊടി തുടയ്ക്കാനായിട്ട് അത് പല സ്ഥലങ്ങൾ നമുക്ക് കൈവച്ച് ക്ലീൻ ചെയ്യേണ്ട പല സ്ഥലങ്ങളുണ്ടല്ലോ. ഇത് 2 എണ്ണമായിട്ടാണ് ഞാൻ മേടിച്ചത്. ഒരെണ്ണത്തിന് 178 രണ്ടെണ്ണത്തിന് 251 ആയിരുന്നു. അപ്പോൾ ഞാൻ 2 എണ്ണം ഒരു പാക്കറ്റിലുള്ളതാണ് മേടിച്ചത്. അപ്പം ഇതേപോലെ ക്രോക്കറി യൂണിറ്റിനകം പിന്നെ അതിനകത്തിരിക്കുന്ന ഗ്ലാസ് പാത്രങ്ങൾ, ഇതും ഞാൻ പറഞ്ഞ പോലെ നോർമൽ തുണി വെച്ച് തുടയ്ക്കുവാണെങ്കിൽ ഈ ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ വൈൻ ഗ്ലാസ് പോലത്തെ നോർമൽ ഗ്ലാസ്, എല്ലാ ഗ്ലാസ്സിലും നോർമൽ തുണി വെച്ച് തുടച്ചാൽ പാട് വീഴാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനത്തെ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ പാട് വീഴാതെ നമുക്ക് ഈസി ആയിട്ടും നീറ്റായിട്ടും ഈ ക്രോക്കറി യൂണിറ്റിലെ അതിൻ്റെ കവറിങ് ആയിട്ടുള്ള ഗ്ലാസ് ഷെൽഫുകളൊക്കെ തന്നെ ഇത് വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ പാടില്ലാതെ ന്യൂസ് പേപ്പർ ഇട്ടും തുടയ്ക്കാം കേട്ടോ. ന്യൂസ് പേപ്പർ വേറൊരു ഓപ്ഷനാണ്. ന്യൂസ് പേപ്പർ ഇട്ടും നമുക്ക് ഗ്ലാസ് ക്ലീനർ ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്തിട്ട് ഈസി ആയിട്ട് ന്യൂസ് പേപ്പർ വെച്ചും തുടയ്ക്കാം. പക്ഷേ ന്യൂസ് പേപ്പർ ഇട്ട് നമുക്കിങ്ങനെ ഗ്ലാസ്സുകളൊക്കെ തുടയ്ക്കുന്ന നമുക്കിങ്ങനെ പുറത്ത് കാണുന്ന സാധനങ്ങളൊക്കെ തുടച്ചാലേ നമുക്ക് തുടച്ച് വെക്കാം. പക്ഷെ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ന്യൂസ് പേപ്പർ ഇട്ട് തുടയ്ക്കുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ ഇതും ഈസി ആയിട്ട് വാഷബിളാണ് കേട്ടോ. നമുക്ക് കഴുകി സാധാരണ തുണിയൊക്കെ പിഴിയുന്നത് പോലെ പിഴിഞ്ഞ് ഉണക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഈ മഴയത്ത് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയമെടുക്കും, എന്നാലും ഈസി ആയിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. പിന്നെ ബ്രാസ് ഐറ്റംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ, ഇതിപ്പം ബ്രാസ് എന്ന് പറയാൻ പറ്റത്തില്ല, ബ്രാസിൻ്റെ വേറൊരു ടൈപ്പാണ്. കുറച്ച് ആൻറ്റിക്കായിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള പീസസാണ് ഇതൊക്കെ. ഇതിൻ്റെ മെറ്റീരിയൽ എന്താണ്, ഇപ്പം കോപ്പറിന് കുറച്ച് ഇത് നല്ല വെയിറ്റുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു മൾട്ടി പർപ്പസ് പോളിഷ്, ഒരു ലിക്വിഡ് പോളിഷാണ്, മൾട്ടി പർപ്പസ് ലിക്വിഡ് പോളിഷാണ്. അപ്പം ഇത് വെച്ചിട്ട് ഒരു ചെറിയ ഒരു പീസ് തുണിയെടുത്ത്, ഡ്രൈ തുണിയാണ്, വെള്ളമൊന്നും ഇല്ലാത്ത ഡ്രൈ തുണിയെടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇതൊരു ആൻറ്റിക് ലുക്കാണ്. അപ്പം നമ്മൾ ബ്രാസ് പോലെ ഇങ്ങനെ പളപള തിളങ്ങുന്ന ഒരു ലുക്കല്ല, എന്നാലും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി ഒരു കുറച്ചൊരു ഷൈനിങ് എഫക്റ്റിൽ നല്ലൊരു കാണാനൊരു ഭംഗിയിലിരിക്കും. ഇത് കണ്ടാൽ അറിയത്തില്ല, ഒരു ആൻറ്റിക് ലുക്കും, എന്നാലും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചൊരു തിളക്കവും ഉണ്ടാവും. ഇത് ഞാൻ ശരിക്കും ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല, കടയിൽ നിന്ന് മേടിച്ചതാണ്. എന്നാലും ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് മൈക്രോ ഫൈബർ ഫോൾഡബിൾ ഫാൻ ഡസ്റ്ററാണ്. ഇത് ഫാൻ മാത്രമല്ല, നമുക്ക് എത്താൻ പറ്റാത്ത ഏത് സ്ഥലങ്ങളും ഇത് മടക്കാൻ പറ്റും കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മടക്കി വെക്കാൻ പറ്റും. അപ്പം ടി വിയുടെ പുറയിലോട്ടൊക്കെ നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ട് അറ്റത്തോട്ടൊക്കെ അങ്ങനെ ഇടയിലോട്ട് കയറ്റാം. അല്ലാതെ അലമാരിയുടെ ബാക്കിലോട്ടൊക്കെ ഇത് മടക്കി വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാം. മടക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുണ്ട്. കാരണം നമുക്കൊരു ബാലൻസിൽ പിടിച്ച് പല സ്ഥലങ്ങളോട്ട് ഇടയിലോട്ടൊക്കെ കയറ്റി ഓരോ അലമാരിയുടെ നമുക്കിപ്പം നമ്മുടെ കൈയും അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ഡസ്റ്ററും ഒക്കെ കയറ്റാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ മടക്കുകൊണ്ട് കുറേ പ്രയോജനങ്ങളുണ്ട്. അല്ലാതെ തന്നെ ഫാൻ ക്ലീൻ ചെയ്യാം. ഫാനിൻ്റെ ഓരോ ലീഫായിട്ട് ഓരോ ലീഫിൻ്റെ മുകൾ വശവും താഴ്വശവും ഒക്കെ നല്ല നീറ്റായിട്ട് പിടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് എക്സ്റ്റെൻഡബിൾ, ഇതേപോലെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന കമ്പുണ്ട് കേട്ടോ. ഓരോ കമ്പ് ഞാൻ ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ലാഡറിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അതേപോലെ ഫാൻ ലീഫിൻ്റെ മുകൾ വശത്തെ സ്ഥലവും ഒക്കെ നമുക്ക് ആ തൂക്കിയിട്ടിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതും ഒക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുട്ടി ഫ്ലാറ്റ് ഞാൻ
നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്ന് പറയുക. ഹെൽപ്ഫുൾ ആയെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലാറ്റ് ആയാലും വീടായാലും ഒക്കെ ചെയ്യാവുന്ന ഈസി ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.